പാകിസ്ഥാൻ എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറുകയാണ്. പാകിസ്ഥാനെ പരിഹസിച്ചുകൊണ്ട് ബോളിവുഡ് താരമായ പാരേഷ് റാവൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ പരിഹാസ രൂപേണ തന്നെ സോഷ്യൽ മീഡിയ അടക്കം ഏറ്റെടുത്തിരിക്കുന്നതും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായകമായ സമാധാന ചർച്ചയ്ക്ക് വേദിയായതിന് പിന്നാലെയാണ് ഇത്തരമൊരു പരിഹാസം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കാരണം സാമ്പത്തികമായി കൂടുതൽ കടക്കെണിയിൽപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാൻ ആകട്ടെ അതിൽ നിന്നും ഒന്ന് കരകയറാൻ വലിയ രീതിയിൽ പാടുപെടുകയാണ്. എന്നാൽ പോലും ഈ ഒരു സാമ്പത്തികമായുള്ള പ്രതിസന്ധികളെല്ലാം നിലനിൽക്കെ തന്നെ പാകിസ്ഥാൻ ആകട്ടെ തങ്ങൾ ഒരു ആഡംബരമായ ഭരണമാണ് ഇവിടെ നയിക്കുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പല വിധത്തിലും നടത്തുകയാണ്. എല്ലാ രീതിയിലും ഇത്തരത്തിൽ IMF-നെ പോലും ആശ്രയിച്ചാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവി തന്നെ അവിടെ നിർണ്ണയിക്കപ്പെടുന്നത്. അതീവ സുരക്ഷാ മേഖലയിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടന്ന ചർച്ചകളുടെ വൻ തുക വരുന്ന ഹോട്ടൽ ബില്ലുകൾ ഇനി ആരടയ്ക്കുമെന്ന് സോഷ്യൽ മീഡിയയിലെ ചില ചോദ്യങ്ങൾക്ക് IMF എന്ന ഒറ്റ വാക്കിൽ മറുപടി നൽകിക്കൊണ്ടാണ് താരം പാകിസ്ഥാനെ ട്രോൾ ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന്റെ കടക്കെണിയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. അതേപോലെ തന്നെ US വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഇസ്ലാമാബാദിലെ പ്രശസ്തമായ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു 21 മണിക്കൂർ നീണ്ട ചർച്ചകൾ നടന്നത്. 100-ലധികം പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചയ്ക്കായി വൻ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളുമായിരുന്നു പാകിസ്ഥാൻ അവിടെ ഒരുക്കിയത്. ഇതിനായി തന്നെ ചെലവായ കോടികൾ ആരിനി നൽകുമെന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമായിരുന്നു. ഇത്രയും വലിയ ഹോട്ടൽ ബില്ലുകൾ ഇനി ആര് തീർപ്പാക്കും എന്ന ഒരാളുടെ ചോദ്യത്തിനാണ് പാകിസ്ഥാൻ പണത്തിനായി എപ്പോഴും ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെ പേര് അദ്ദേഹം ഇവിടെ കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പാകിസ്ഥാന് $7 ബില്യൺ സാമ്പത്തിക സഹായത്തിന്റെ IMF അംഗീകാരം അതിനായി തന്നെ IMF ഒരു അംഗീകാരം നൽകിയിരുന്നു. സ്വന്തം സമ്പദ് വ്യവസ്ഥ തകർത്തു അല്ലെങ്കിൽ അത് തകർന്നു നിൽക്കുമ്പോഴും ആഡംബരത്തോടുകൂടി ഇത്തരം ചർച്ചകൾക്ക് വേദിയൊരുക്കുന്ന പാകിസ്ഥാന്റെ വൈരുദ്ധ്യമാണ് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. അതേസമയം വൻ പ്രതീക്ഷയോടെ തന്നെ തുടങ്ങിയ ഇസ്ലാമാബാദ് ചർച്ചകൾ ഒരു രീതിയിൽ പോലും ഒരു കരാറിലേക്ക് പോലും എത്താതെ തന്നെ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഫലം കാണാതെ അവസാനിച്ചു. ആണവായുധങ്ങൾ വികസിപ്പിക്കില്ല എന്ന് ഉറപ്പ് നൽകാൻ ഇറാൻ തയ്യാറാകാത്തതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമായിരിക്കുന്നത് എന്നതാണ് JD വാൻസ് വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ നടത്തിയ ഈ നീക്കം അത് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിലടക്കം പരിഹാസം ശക്തമായി തന്നെ ഉയർന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.